ഏലിയൻസ് ഉണ്ടെന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റി പോകും എന്ന് വില്ലന്മാർ പറയുന്നു. പക്ഷേ ലോകത്തിലെ എല്ലാവരും ഇതറിയണം, സത്യം എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ് ഹീറോസ് ഇത് എക്സ്പോസ് ചെയ്യുന്നു. അതുകൊണ്ടൊരു പോസിറ്റീവായ മാറ്റം ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. പക്ഷേ ഡിസ്ക്ലോഷർ ഡേ എന്ന സിനിമയുടെ അവസാന ഭാഗം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എല്ലാവർക്കും ചിത്രയോഗിയുടെ ചാനലിലേക്ക് സ്വാഗതം. ഡിസ്ക്ലോഷർ ഡേ എന്ന സിനിമ കാണാത്ത ആൾക്കാർ ഈ വീഡിയോ കാണരുത്, കാരണം കഥ മൊത്തം പറയുന്നുണ്ട്, സ്പോയിലേഴ്സ് ഉണ്ട് ഈ വീഡിയോയിൽ. ഈ സിനിമയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പാളിപ്പോകുന്ന ഒരു ഫീലാണ്. ഇവർ ഏലിയൻസ് ഉണ്ടെന്ന് ഹീറോസ് എല്ലാവരും അങ്ങ് ഡിസ്ക്ലോസ് ചെയ്യാണ്, ലോകത്തിൻ്റെ അടുത്ത് പറയുകയാണ് ഏലിയൻസ് ഉണ്ട്. ഏലിയൻസിനെ പറ്റിയുള്ള പണ്ട് തൊട്ടേയുള്ള കുറേ വീഡിയോസ്, ക്ലാസിഫൈഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഇവർ പുറത്ത് വിടുന്നു. ഒരു റിയൽ ഏലിയൻ തന്നെ ഇവർ കാണിക്കുന്നു. ഇവരെല്ലാം ഇത് കാണിക്കുന്നത് ആ ടെലിവിഷൻ സ്റ്റുഡിയോയിലാണ് ഇത് കാണിക്കുന്നത്. അവിടെ നിന്ന് എല്ലായിടത്തേക്കും എയർ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ഈ സിനിമയിൽ കാണിക്കുന്നത് ലോകത്തെല്ലാവരും അവർ ചെയ്യുന്ന പണിയൊക്കെ നിർത്തി ടി വിയിലെ ഈ റിപ്പോർട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അത്ഭുതത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം ഏലിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ആൾക്കാരിത് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ, ഇവർ ഈ കണ്ട ഓരോ റീൽസും ഓരോ പുതിയ ട്രെൻഡും, അതെന്ത് ട്രെൻഡാന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. ഇതൊക്കെ എങ്ങനെ ഒരു ട്രെൻഡായി എന്ന്. ഇങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ ഇവർ വേഗം അതെടുത്ത് ട്രോൾ ചെയ്യാനും അതിനെ കളിയാക്കാനും അങ്ങനത്തെ വല്ല സംഗതിയൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ത്രെറ്റ് ഇല്ല അവിടെ. ഇതിലത്തെ ഏലിയൻസ് ഒന്നും ചെയ്യുന്നില്ല. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏലിയൻസാണ്. ഏലിയൻസ് മനുഷ്യരുടെ ഒപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു ടെൻറ്റിൻ്റെ അകത്തേക്ക് പോകുന്ന വീഡിയോ വരെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഇവർ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാത്ത, ഒന്നും ആരെയും ഉപദ്രവിക്കാത്ത കുറച്ച് ഏലിയൻസ് ഇവിടെ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അവരെ കവറപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവുകയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആൾക്കാരെല്ലാവരും ഇത്രയും സീരിയസ് ആയിട്ട് നോക്കി നിൽക്കേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു രാജ്യത്ത്, സൗത്ത് അമേരിക്കൻ ഏതോ രാജ്യത്ത് ഒരു ലൈവ് ഏലിയൻ്റെ ഡെഡ് ബോഡി പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് കാണിച്ചു ആരോ, ഏതോ പാർട്ടിക്കാർ, എന്തിനാണെന്നൊന്നും അറിയില്ല. എന്നിട്ട് അത് വലിയ വാർത്തയൊന്നും ആയില്ല. മെക്സിക്കോയിൽ ഇങ്ങനെ ആരോ കാണിച്ചു, അത് ഫേക്കാണ്, അവിടുത്തെ മറ്റ് ഇഷ്യൂസിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യമാണ് എന്നാണ് പലരും ആർഗ്യൂ ചെയ്തത്. അപ്പോൾ ഒരു റിയൽ ഏലിയനെ കൊണ്ടുവന്നാലും ആ റിയൽ ഏലിയൻ ഒരു വലിയ ത്രെറ്റ് അല്ലെങ്കിൽ ആരും കാര്യമായിട്ടൊന്നും ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നില്ല. ആ അവസാനത്തെ കംപ്ലീറ്റ് സീക്വൻസ് എനിക്ക് ഒരു ഇമ്പാക്റ്റും തന്നില്ല. കുറേ ഏലിയൻ ഫുട്ടേജ് കാണിക്കുമ്പോൾ തന്നെ ആ സ്റ്റുഡിയോയിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത് വല്ല AI ആണോ, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. ഇത് തന്നെയായിരിക്കും കാണുന്ന ആൾക്കാർക്ക് തോന്നുക. ഇപ്പോഴത്തെ പല AI വീഡിയോസും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ വെറുതെ അവർ കാണിക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഈ ന്യൂസ് ചാനലുകാർ ഇങ്ങനത്തെ ഏതൊക്കെയോ ഒരു വീഡിയോ കൊണ്ടുവന്നു ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമൊന്നും ചെയ്യില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അവസാനത്തെ ഭാഗം അങ്ങനെ, അതുകൊണ്ടാണ് ഈ സിനിമ കംപ്ലീറ്റ് അവസാനത്തിപ്പോൾ കംപ്ലീറ്റ് അങ്ങ് താഴോട്ട് പോയി. പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റും തന്നില്ല. പിന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അതും എനിക്കൊരു കൺവിൻസിങ് ആയി തോന്നിയില്ല. ഇതിലത്തെ ആ നായകൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു സിസ്റ്ററെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇവിടെ ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദൈവത്തിൽ വിശ്വസിക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും, നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവം ഈ ലോകം ഉണ്ടാക്കിയേക്കുന്നത്, മറ്റ് പല ജീവികളും ഉണ്ടാകും, ഏലിയൻസൊക്കെ ഉണ്ടാകും. ഇതത്രയും സിമ്പിളാണ്. അത്രയും സിമ്പിളായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആരുടെയും വിശ്വാസം പോകുമൊന്നുമില്ല. അതും ഒരു വലിയ പ്ലോട്ട് പോയിൻ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വിശ്വാസികളെല്ലാം വഴിതെറ്റിപ്പോകുമോ എന്നുള്ള രീതിയിലൊക്കെ. ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ പോകുന്ന വില്ലന്മാർ പറയുന്നു. എന്ത് രീതിയിലാണ് സ്റ്റെബിലിറ്റി പോകുന്നതെന്ന് അറിയില്ല. കുറേ ഏലിയൻസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എന്താണ് സ്റ്റെബിലിറ്റി പോകുന്നത്? ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏലിയൻ ടെക്നോളജിയിലാണ്. ഏലിയൻ ടെക്നോളജി ആ ഒരു ഇരുമ്പ് പോലെ ഇരിക്കുന്ന ഒരു റോഡ്, അതുകൊണ്ട് ആ സ്റ്റുഡിയോ കംപ്ലീറ്റ് അവർ പവർ ചെയ്തു. ആ പെണ്ണവസാനം കംപ്ലീറ്റ് പവർ ചെയ്യുന്നത് ആ റോഡ് കൈ പിടിച്ച്
ഇവിടെ പവർ വരട്ടെ എന്നിങ്ങനെ വിചാരിക്കുമ്പോഴാണ് അവിടെ ഫുള്ള് ബാക്കപ്പ് ജനറേറ്റർ നശിപ്പിച്ചിട്ടും അവിടെ പവർ വരുന്നു. അപ്പോൾ അതുപോലത്തെ ടെക്നോളജി ഇവിടെ ഉള്ളത് കൊണ്ട് രാജ്യങ്ങൾക്ക് പവർഫുൾ ആകാം, മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്താം, അങ്ങനത്തേക്കൊരു അവസ്ഥ വരുമ്പോഴാണ് ഒരു ഡീസ്റ്റെബിലൈസേഷൻ നടക്കുന്നത്. അല്ലാത്ത രീതിയിൽ ഇതൊന്നും നടക്കില്ല. കുറേ ഏലിയൻസിൻ്റെ ഫുട്ടേജ് കാണിക്കുന്നു, ഏലിയനെ കണ്ടു, അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ടെക്നോളജിയിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ഇങ്ങനത്തെ ഒരു പ്രത്യേകതരം ടെക്നോളജി ഉണ്ട്, അതിപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസും ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ വല്ലൊരു യുദ്ധത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വല്ലതും കാണിക്കാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബിലീവബിൾ ആയിരുന്നു. അല്ലെങ്കിൽ ഏലിയൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നുള്ള രീതിയിൽ, അത് പിന്നെ ഒരു ക്ലീഷേഡാവും. ആ രീതിയിൽ പോവാതിരിക്കുന്നതായിരുന്നു നല്ലത്. അതെന്തായാലും പോയില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ചില കാര്യങ്ങൾ ഇതുപോലെ എനിക്ക് വെറുതെ കുറേ കാര്യങ്ങൾ കാണിച്ചതുണ്ട്. ഒന്ന്, ആ ക്രോപ്പ് സർക്കിൾ വരുന്നത്. നായകൻ അവനിങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഫോണിലിങ്ങനെ ആരോടങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റും ക്രോപ്പ് സർക്കിൾസ് ഇങ്ങനെ വരുന്നു. എന്തിനാ പെട്ടെന്നൊരു ക്രോപ്പ് സർക്കിൾ കൊണ്ടുവന്നത് എന്തിനാ? പിന്നെ നായകനും നായികയ്ക്കും എന്താണ് ശരിക്കും പ്രാധാന്യം? അവർ ഒരു ചോസൺ വണ്ണാണ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ചെറുതായിരുന്നപ്പോൾ ഏലിയൻസ് അവരെ അബ്ഡക്റ്റ് ചെയ്തു, എന്നിട്ട് എന്തൊക്കെയോ കുറേ എക്സ്പെരിമെൻ്റൊക്കെ അവരിൽ ചെയ്തു. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ കുറേ നാൾ കഴിഞ്ഞ് ലോകത്തിന് മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ ഏലിയൻസ് അവരെ റെഡിയാക്കി വെച്ചു. ഇതെന്തിനാ ഏലിയൻസ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അവർക്ക് അവരുടെ പ്രസൻസ് എല്ലാവരെയും അറിയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ അറിയിക്കാറുന്നില്ലേ? അപ്പം തന്നെ ഏതെങ്കിലും ഒരു ഇതുപോലെ വല്ല TV ചാനലോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് അപ്പം തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ലോകത്തോട് പറയാറുന്നില്ലേ? ഇവർ വളർന്നു വലുതായി ഇത്രയും പ്രായമായി കഴിഞ്ഞിട്ട് ഇത് പറയാൻ വേണ്ടി അവരെ മെൻ്റലി എന്തൊക്കെയോ പ്രോഗ്രാം ചെയ്ത് വെച്ചു എന്നോ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ചോസൺ വൺ, അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെണ്ണിന് ഏലിയൻസിൻ്റെ ഭാഷ സംസാരിക്കാൻ പറ്റും, അതായത് മാത്തമാറ്റിക്സ് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റും. അതാണ് ആ TV സ്റ്റേഷനിലെ വെതർ റിപ്പോർട്ട് പറഞ്ഞതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവണ പോലെ എന്തൊക്കെയോ ഇങ്ങനെ വായുകൊണ്ട് കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു. അത് മറ്റേ ആൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് മാത്സാണ് പെണ്ണ് സംസാരിക്കുന്നത്, എന്തൊക്കെയോ മാത്സിലെ ഇക്വേഷൻ എന്തൊക്കെയോ കാര്യങ്ങളാണ്, അതൊക്കെ ഇയാൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇങ്ങനെ രണ്ടുപേരുടെ ആവശ്യം എന്തിനാ? ഒരാൾ തന്നെ പോരെ? ഈ പെണ്ണ് തന്നെ ഈ ഏലിയൻസിന് എന്തെങ്കിലും കാര്യം ആൾക്കാരോട് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെണ്ണിലൂടെ അങ്ങ് കൺവേ ചെയ്താൽ മതി. രണ്ടാമത്തെ ഒരാളുടെ ആവശ്യമില്ല. ഈ പെണ്ണിനെ ആരെ കണ്ടാലും അയാളുടെ കഴിഞ്ഞു പോയ കാലം, അയാൾ എന്ത് പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അവരുടെ പേരെന്താണ്, എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെണ്ണിന് ഈ ഏലിയൻസിന് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ആ പെണ്ണിലൂടെ അങ്ങ് പറഞ്ഞാൽ പോരെ? ഈ രണ്ടാമത്തെ ആളുടെ ഉപയോഗം എന്താണ്? അയാൾക്ക് മാത്സ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നു. അയാൾ ഈ പെണ്ണും അല്ലെങ്കിൽ ഏലിയൻസ് മാത്സിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് അത് ഡീകോഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാണ്? ഈ പെണ്ണിന് ഇംഗ്ലീഷിൽ തന്നെ ആ കാര്യം പറയാമല്ലോ. ഈ പെണ്ണിന് ലോകത്തെ ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. പെട്ടെന്ന് ഏത് ഭാഷയും മനസ്സിലാക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുകയാണ്. അത് ഒരു ഫോഴ്സ്ഡായിട്ട് ചോസൺ വൺ എന്നുള്ള രീതിയിൽ എടുത്ത ഒരു സീനായിട്ട് എനിക്ക് തോന്നി. ബാക്കി ഇതിലത്തെ ചേസ് സീനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ ഈ രണ്ടുപേർ ഓടി രക്ഷപ്പെടാൻ പോകുന്നു, പുറകിൽ കുറേ വണ്ടിയിൽ വില്ലന്മാർ വരുന്നു. ഇവർ വളരെ സിമ്പിളായിട്ട് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിങ്ങനെ നിൽക്കും, അവർ കാണില്ല. അത് കുറച്ചൊരു ചെറിയൊരു കല്ലുകടിയാണ്. ആ വില്ലന്മാരൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവർ മര്യാദയ്ക്കൊന്നും അല്ല ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. ബട്ട് ഓവറോൾ തീരെ മോശം എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ ഭാഗമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം, കുറേ ചേസിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ കഥയിലൊരു ഉള്ളില്ല, ഒന്നുമില്ല. തീരെ ഒരു വീക്കായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമൻറ്റിൽ എഴുതുക.